കോട്ടയം ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിലെ ഫലം ചോദ്യം ചെയ്ത് LDF സ്ഥാനാർത്ഥി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. കൗണ്ടിങ്ങിലെ ഉദ്യോഗസ്ഥതല വീഴ്ച ചൂണ്ടിക്കാണിച്ചാണ് സ്ഥാനാർത്ഥിയായിരുന്ന ജോളി മടുക്കുകുഴി നിയമ നടപടിക്കൊരുങ്ങുന്നത്. ഒരു ബൂത്ത് മാത്രം റീകൗണ്ട് ചെയ്തപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞതും മറ്റ് പിഴവുകളുമാണ് പരാതിക്ക് കാരണം. കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടിയ കാഞ്ഞിരപ്പള്ളി ഡിവിഷനിലാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലിയുള്ള തർക്കം. ആദ്യം ഫലം പ്രഖ്യാപിച്ചപ്പോൾ 296 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജോളി മടുക്കുകുഴിയെ തോൽപ്പിച്ച് UDF സ്ഥാനാർത്ഥി തോമസ് കുന്നപ്പള്ളിയെ വിജയിയായി പ്രഖ്യാപിച്ചു. LDF സ്ഥാനാർത്ഥിയുടെ പരാതിയെ തുടർന്ന് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ 12ാം വാർഡിൽ റീകൗണ്ടിംഗ് നടത്തി. ഇതോടെ ഭൂരിപക്ഷം 135 കുറഞ്ഞു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചാണ് മുഴുവൻ ബൂത്തുകളിലും വീണ്ടും വോട്ടെണ്ണൽ നടത്തണമെന്ന് LDF ആവശ്യപ്പെടുന്നത്. പട്ടിമറ്റം ബൂത്തിലെ 614 വോട്ട് കയറാതെയാണ് റിസൾട്ട് അനൗൺസ് ചെയ്തത്. അതുതന്നെ വലിയ കൃത്യവിലോപമാണ്. പോൾ ചെയ്ത വോട്ടും കൗണ്ട് ചെയ്ത വോട്ടും ടാലി ചെയ്യാതെയാണ് ഇവിടെ റിസൾട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അത് ഉദ്യോഗസ്ഥർ കാണിച്ചിരുന്ന വലിയൊരു പിഴവാണ്. ആ പിഴവ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് പെട്ടെന്ന് റെക്ടിഫൈ ചെയ്തു. 614 വോട്ട് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് 297 വോട്ട് എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്കുണ്ടാകുന്ന ലീഡ് നേരെ 132 കുറഞ്ഞു. സമാനമായി നെടുങ്കുന്നത്തും വെള്ളൂരും നടന്ന കൗണ്ടിങ് സെൻ്ററുകളിലും പല ബൂത്തുകളിലും വോട്ടിൻ്റെ വ്യത്യാസം കാണിക്കുക ഞങ്ങളുടെ കൗണ്ടിങ് ഏജൻറ്റുമാർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അതൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. വിജയിയായിട്ട് പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ പ്രോസസ്സിങ് പൂർത്തീകരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മറ്റ് നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരും. വീഴ്ച ചൂണ്ടിക്കാണിച്ചിട്ടും അംഗീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നാണ് LDF സ്ഥാനാർത്ഥിയുടെ ആരോപണം. ഈ സാഹചര്യത്തിലാണ് കോടതിയെ സമീപിക്കുന്നത്. കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണ് ജോളി മടുക്കുകുഴി. എന്നാൽ ഫലപ്രഖ്യാപനത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.